നമസ്കാരം. തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോടെ ജൈത്രയാത്ര തുടരുന്ന ഹലോ മമ്മി മൂവിയുടെ ക്രൂ ആണ് നമ്മോടൊപ്പം. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് കോൺഗ്രാറ്റ്സ്. കാരണം അത്രയേറെ നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൗസ് ഫുള്ളാണ്. സോ വി ആർ സോ ഹാപ്പി. ഞാൻ ഡയറക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. മലയാളത്തിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ് കോമഡി ഹൊറർ എന്നുള്ളത്. അതേസമയം തന്നെ അടികപ്പിയരെ കൂട്ടമണിയുണ്ട്, രോമാഞ്ചുണ്ട്, ഇതൊക്കെ ഹിറ്റുമായിരുന്നു. എൻ്റെ ഒരു വേറെ പടമുണ്ട്, പ്രേതം. അതെ, തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നമ്മൾ ഈ ഒരു മൂവി കാണുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോണറിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? എങ്ങനെയാണ് ഇത് പിക്ക് ചെയ്തത്? ഇത് ജോണർ പിക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റർ ആയിട്ടുള്ള സാൻജോ ജോസഫ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ പറഞ്ഞപ്പോൾ തന്നെ അതിനകത്തൊരു ഭയങ്കര ഹുക്കിംഗ് ഫാക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെയുള്ള ആ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, രണ്ട് എക്സ്ട്രീം നിൽക്കുന്ന കോമഡിയും ഹൊററും ഫാൻറ്റസിയും. അപ്പോൾ ഇതിൻ്റെ ബ്ലെൻഡ് ഭയങ്കര ഒരു സിംഗിൾ പരിപാടി അല്ലാതെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പരിപാടി ഭയങ്കര രസമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഈ വി ഹാവ് എ ഗോസ്റ്റൊക്കെ പോലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു, ഇപ്പോൾ മലയാളത്തിലും ഉണ്ട് അങ്ങനെ കുറേ സിനിമകൾ. അപ്പോൾ ഇത് അടിപൊളി പരിപാടി, ഫ്രഷ് ആയിട്ടുള്ള പരിപാടി തന്നെയാണെന്ന് അറിഞ്ഞ് തന്നെയാണ് പിക്ക് ചെയ്തത്. പിന്നെ അത് വേറെ ചോയ്സ് പോയില്ല. പിന്നെ ഞാൻ പിന്നീട് ക്വസ്റ്റ്യൻ അത് തുടർന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ആദ്യം ഷർഫുദ്ദീനോട് കൂടെ ചോദിക്കണം. നമ്മളെപ്പോഴും ഷർഫുദ്ദീൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു കോമഡി ആണ് കൂടുതൽ ആൾക്കാരും പറയാം. പക്ഷെ അങ്ങനെയല്ല, ഒരു മികച്ച വില്ലനാണെന്ന് നമ്മൾ അഞ്ചാം പാതിര കണ്ടപ്പോൾ മനസ്സിലായതാണ്. അപ്പം എല്ലാ തരത്തിലുള്ള ജോണറുകളും താങ്കൾ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ബോണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെ ഇംപ്രൊവൈസേഷനാണ് ഈ ഒരു ക്യാരക്ടർ തന്നത്? എന്തൊക്കെ ലിമിറ്റേഷൻസിനെയാണ് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്? ഭയങ്കരമായിട്ട് നമ്മൾ ലിമിറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ പക്ഷേ ഏറ്റവും ഭയങ്കര സന്തോഷമായിട്ട് ഓൺ സെറ്റിൽ നമ്മൾ ഏറ്റവും ഭയങ്കര ചില്ലായിട്ട് ചെയ്യുന്ന സിനിമ എപ്പോഴും കോമഡി സിനിമയായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ലീഡ് റോൾസ് ചെയ്യുന്ന ഒരാളായി മാറിയപ്പോൾ അപ്പോഴും എനിക്കൊരു കോമഡി ലീഡായിട്ട് ഒരു ഫുൾ ടൈം കോമഡി ലീഡ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളൊക്കെ പോലത്തെ ഫുൾ കോമഡി ആയിട്ടുള്ള അതപ്പോൾ എനിക്ക് കിട്ടി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനതാ പറയുന്നത്, കോമഡി ക്യാരക്ടർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ അകത്ത് ക്യാരക്ടർ കറക്റ്റ് മനസ്സിലായി അതിന് പെർഫോം ചെയ്യാവുന്ന സ്പേസ് റെഡിയാണെങ്കിൽ നമ്മളതിനൊരു നമ്മളങ്ങനെ ചെയ്യും. അതിൻ്റെ സാധ്യതകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ തിയേറ്ററിൽ എത്തി പറയും. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയെ പോലും ഇപ്പോൾ എനിക്ക് അങ്ങനെ ബ്രേക്കിലേക്ക് ഞാനിപ്പോൾ തിരിച്ച് വീണ്ടും ലാൻഡ് ചെയ്തത് ഹലോ മമ്മിയിലാണ്. കാരണം വെച്ചാൽ ഹലോ മമ്മി ചെയ്തപ്പോൾ വീണ്ടും ഞാനിതിനു മുമ്പ് ചെയ്തിരുന്ന ഹ്യൂമറിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അപ്പം അതങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ടാവും. അപ്പോൾ അതെനിക്ക് ഹലോ മമ്മിയിൽ കിട്ടി. ഇപ്പോൾ ചെയ്യുന്ന വേറൊരു പടത്തിലും എനിക്ക് അതുപോലെ തന്നെ ചെയ്യാനൊരു ചാൻസ് കിട്ടി. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ നമുക്ക് എപ്പോഴും ആദ്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു പാരഡി സീൻസ് അല്ലെങ്കിൽ അതും നമുക്കൊരു കോമഡി ഫേസ് ആണ് എപ്പോഴും വരുന്നത്. ആളുകളെ ചിന്തിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ സിനിമയിൽ ഈ ഒരു കോണറോടി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? സാധാരണ നമ്മളൊരു സിനിമ കാണുന്ന പോലത്തെ മൊമെൻറ്റുകളോ അല്ലെങ്കിൽ ഒരു ഹൊറർ കോമഡി എന്നൊന്നും പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി കോമഡി എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും വരുന്നൊരു ജോൺറ അല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കഥാഗതിയിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് എങ്ങനെ ഷൂട്ട് ചെയ്യും? അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവർ മനസ്സിലാവും, മമ്മിയും ഷറഫുക്കും തമ്മിലുള്ള കെയോസ് എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ആ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പോലും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഓരോരോ സംഭവങ്ങൾ നടക്കുക, എങ്ങനെയായിരിക്കും ആ വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ആഷാബെ എന്ന് പറയുന്നൊരു ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ എങ്ങനെയായിരിക്കും അവർ, അതിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയായിരിക്കും, അതിൻ്റെ പരിപാടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കഥ കമ്മിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡേ ടു ഡേ ഷൂട്ടിലും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് തിയേറ്ററിൽ നമ്മളിപ്പോൾ കുറേ തവണ സിനിമ കാണുമ്പോൾ പോലും നമുക്കതുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ക്യാരക്ടറാണെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തതിൽ എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എല്ലാവർക്കും വന്നിരുന്ന് കാണാവുന്നൊരു ഒരു കൊച്ചു നല്ല സിനിമ. ഇത് മൂന്നിനെയും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത് സ്ക്രിപ്റ്റിലും ഒപ്പം ഡയറക്ഷനിലും? ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ സ്റ്റോറിക്ക് എന്ത് തന്നെയാണെങ്കിലും വേണ്ട കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു നമ്മൾ ക്യാരക്ടറൈസേഷനാണ് ആദ്യം ഞങ്ങൾ നോക്കിയത്. എപ്പോഴും സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥയായിട്ട് തന്നെ നമുക്കറിയാം ഇതാണ് കഥ. അപ്പോൾ അതിനകത്ത് ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്ത് വരുന്ന സമയത്ത് അവിടെയാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ ഈ ബോണ്ടിങ് വരുന്നത്. ഇമോഷണൽ കണക്ഷൻ എവിടെ വരും, ആരും തമ്മിൽ. അപ്പോൾ ഇവരുടെ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് അത് എല്ലാം റിവേഴ്സാണ് ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവിച്ചാൽ തുടക്കത്തിൽ അങ്ങനെ സംഭവിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തമ്മിലുള്ള ബോണ്ടിങ്. അപ്പോൾ അതെങ്ങനെ തന്നെയാണെങ്കിൽ അതിനകത്ത് സ്പേസ് വളരെ കുറവാണ്.
ടോട്ടൽ സിനിമയിൽ കുറവ്. പക്ഷേ അതുണ്ട് ഇതിനകത്ത്, വളരെ ചെറുതായിട്ടാണെങ്കിലും പക്ഷേ ആഴത്തിലുണ്ട്. അതൊരൊറ്റ സീനിലാണെങ്കിലും അത് വേണം, അങ്ങനെയെല്ലാം ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് നിർബന്ധമാണ്, കഥയ്ക്ക് അത് ആവശ്യമായിട്ടുള്ള എല്ലാം അത് സ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഞങ്ങൾ കൂടുതൽ ചിരിച്ച് എൻജോയ് ചെയ്തതാണ് ഞങ്ങൾ കൂടുതൽ ഇതിനകത്ത് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുമല്ലോ, സ്ക്രിപ്റ്റ് അല്ലല്ലോ ശരിക്കും ഫൈനലി സിനിമയായി വരുമ്പോൾ സ്ക്രിപ്റ്റിൽ നിന്ന് കുറേ കുറയുമല്ലോ. എല്ലാം ബ്ലെൻഡാണ്, സ്റ്റോറിയിലെല്ലാം ബ്ലെൻഡ് ആവണം നിർബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾ അതിലെല്ലാം എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഷറഫുദ്ദീൻ നമ്മൾ പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കറണ്ട് പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് ഏത് നായികയെ നമ്മൾ കൂടെ കൊണ്ടിട്ടാലും ഷറഫുദ്ദീൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. അത് ഞാൻ ഒന്ന് ഷറഫുദ്ദീനെ കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ഫഹദിലാണ് ഒരു സാധനം കണ്ടിട്ടുള്ളത്. ഇനി ആരും ആയിക്കോട്ടെ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഹീറോയിൻ ഭയങ്കരമായിട്ടൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവും. എന്താണ് ഈ ഒരു മാജിക്? എങ്ങനെയായിരുന്നു ഐശ്വര്യ ഒരു ഓപ്പോസിറ്റായിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ബോണ്ടിങ്? അല്ലെ, നമ്മൾ കോ ആക്ടറായിട്ട് ഒരു ജെൻഡർ ഇതിൽ കാണാത്ത ഒരു കോ ആക്ടറായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള എല്ലാ ആക്ടേഴ്സും നമ്മളായിട്ടൊരു നല്ലൊരു കെമിസ്ട്രി ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ അപ്പോൾ അത് ഹീറോയിനാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ നമ്മൾ അത് സിങ്ക് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമില്ല. ഒരു ആർട്ടിസ്റ്റ് നമ്മളൊരു ടേക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുമായിട്ട് ഒരു ഗിവൻ ടേക്കിൻ്റെ ഒരു സുഖം നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യത്തിലും ആയിരിക്കും അവരുമായിട്ടും ചിലപ്പോൾ കുറച്ച് സെൽഫിഷ് ആയിരിക്കാം. നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, അത് നമ്മുടെ ആ ഒരു ഇതിന് വേണ്ടി അവരെ ചിലപ്പോൾ നമ്മൾ പാമ്പർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളോടായിരിക്കും അവരങ്ങനെ പെരുമാറുന്നത്. അതൊന്നും അങ്ങനെ നമ്മൾ അത് മനഃപൂർവ്വമായിട്ട് സംഭവിക്കുന്നതല്ല. ഐശ്വര്യമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഐശ്വര്യനെ എനിക്ക് നേരത്തെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ലൈക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ചെറിയ തർക്കങ്ങളൊക്കെ വരുമായിരുന്നു, സ്വാഭാവികം. അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തീരാറുണ്ട്. അപ്പം ഈ ബണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ഈ രണ്ട് സ്വിച്ചിങ് ഉണ്ട്. ഒന്ന് കോമഡി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സ്കാരി, പക്ഷെ അത് എന്നാൽ ഫണ്ണും ആയിരിക്കണം. അപ്പം ആ ഒരു ഇമോഷൻസിന് ഒരുപാട് വെയിറ്റേജ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു കോമഡി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ്. ഏത് സീനിൽ നിന്നും കോമഡി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ബാക്കി ഇമോഷൻ അതിലേക്കൊന്നും നമ്മൾ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ അതാണ് ഇതിൻ്റെ മെയിൻ എന്നുള്ളതില്ല. ഈ പറഞ്ഞ പോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളതിൽ ഹ്യൂമറിൻ്റെ സാധ്യതകൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കുകയുള്ളൂ. പിന്നെ റൈറ്റർ സാൻജോ ആണെങ്കിലും എന്താ പറയുക, ഞാനും വൈശാഖ് കൂടി ഇങ്ങനെ ഓരോ സീനിന് മുമ്പ് ഞങ്ങൾ ചർച്ചയും പരിപാടിയും എന്തൊക്കെ വേറെ സാധ്യതകളൊക്കെ എപ്പോഴും നോക്കുമായിരുന്നു. അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളെയും കണക്ട് ചെയ്തത്? എങ്ങനെയാണ് ഒരു ഇമോഷൻസിനെ? മമ്മി ബോണിയാണ് ഉദ്ദേശിച്ചത്. മമ്മി ബോണി ഇതിനകത്തിപ്പോൾ ബോണിയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് ഒരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫ് എൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇമോഷണൽ ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഡോർ ഓപ്പണിങ് സീനുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്യുന്നത് തനിയാണ്. അവിടെ ആ ഒരു സിംഗിൾ പോയിന്റിൽ, ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ മാത്രമാണ് ശരിക്കും മമ്മിയും ബോണിയും തമ്മിൽ ഒരു അത്രയും നമ്മൾ അപേക്ഷിച്ചിട്ട്, പക്ഷെ ആഴത്തിലുണ്ട്. മമ്മി എനിക്ക് തുറന്നു തരാമല്ലോ ഇത്. പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ വേറൊരു സീനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എന്നെ മമ്മി ഇങ്ങനെ എടുത്തിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അവസാനം ഞാനിങ്ങനെ ഒരു പോയിന്റിൽ മമ്മിയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ അപ്പം തന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് മാറ്റി വെക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അത് തിരിച്ചു വയ്ക്കും. ലൈക്ക് മമ്മിയുടെ അങ്ങനെയെല്ലാം നമ്മൾ ആ സോങ്ങിൻ്റെ അകത്തല്ലേ കട്ട് വന്നേക്കുന്നത്. അതെ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മമ്മീനെ കണ്ടില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ട്. ശരിക്കും നമ്മളെ അമ്മ നമുക്ക് എന്താണോ വൈബ് തരുന്നത് അത് തന്നെ. പക്ഷേ ഈ അമ്മയ്ക്ക് ഇച്ചിരി പവർ കൂടുതലാണ്, അതാണ് എൻ്റെ സത്യം. ഇപ്പം സെക്കൻഡ് വാച്ച് തേർഡ് വാച്ച് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറെ രീതിയിലാണ്. അവർക്കിത് കിട്ടുന്നുണ്ട്. അവർക്ക് രണ്ടാമത് കാണുമ്പോൾ വേറെ അർത്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞങ്ങളെ സന്തോഷം. ഫസ്റ്റ് വാച്ചിൽ ഞങ്ങൾ ഫുൾ കോമഡി കൊടുത്തു, അത് എൻജോയ് ചെയ്യാം. ഇനി കാണുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ലേയേഴ്സ് ഉണ്ട്. അതായത് റീവാച്ചബിൾ മൂവി സംഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാ മൂവീസിനെയും കൃത്യമായിട്ട് ഇഴവറക്കി തുന്നുന്നതാണ്. ഇപ്പോൾ ഒരു പക്ഷേ തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ സംവിധായകനോ കാണാത്ത തലങ്ങൾ വരെ കണ്ടെത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു റിവ്യൂസ് ഉണ്ടല്ലോ, അത് ഒരു നെഗറ്റീവ് റിവ്യൂസിൻ്റെ അല്ല പറയുന്നത്, അത് എത്രത്തോളം ഒരു ഡയറക്ടറിനെ പോളിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് വൈശ? അല്ല, റിവ്യൂ ചെയ്യപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളത് പേടിക്കുകയല്ല. കാരണം അത് 150 കൊടുത്ത് കണ്ട ഒരാളാണ്.
അയാളുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതിനിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതുകൊണ്ട് അത് വേറെ, അതല്ല വിഷയം. ജെനുവിൻ റിവ്യൂസ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പല ആൾക്കാർക്കും പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞതുണ്ട്, പേഴ്സണലി വിളിച്ച് പറഞ്ഞവരുണ്ട്, അല്ലാതെ റിവ്യൂ ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അത് ക്ലൈമാക്സിനെ വേറെ രീതിയിൽ എന്നെ ഡിഫൈൻ ചെയ്ത് വിളിച്ചു പറഞ്ഞ ആളുണ്ട്. ക്ലൈമാക്സിൻ്റെ മമ്മിയുടെ പോർഷൻസിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഞങ്ങളൊന്നും അത് ചിന്തിച്ചിട്ട് പോലുമില്ല. പണ്ട് മലയാളം പദ്യമൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമല്ലോ, കവി ഇതാ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. കവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലല്ലോ, അതേപോലെ ഉദ്ദേശിക്കുന്നുണ്ട് പലതും. അത് അത് നല്ലതാണ്, രസമുള്ള പരിപാടിയല്ലേ. അത്തരത്തിലുള്ള റിവ്യൂസ് എപ്പോഴെങ്കിലും സാൻജോ ആയിട്ട് ഷെയർ ചെയ്തിട്ടോ ഇങ്ങനെ ആക്കാമായിരുന്നു എന്ന് അങ്ങനെ തോന്നിച്ചിട്ടുണ്ട്? സാൻജോ ആയിട്ട് ഞാൻ ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് സാൻജോയ്ക്ക് വന്ന വിളികളും എനിക്ക് വന്ന വിളികളും ഞങ്ങൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പല കാര്യം അവർ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പലരും ഇതിനെ വേറെ രീതിയിൽ സിനിമ ഇങ്ങനെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പോയിരുന്നു, അങ്ങനെ ഭയങ്കര രസമുള്ള വേറെയും കഥകൾ ഞങ്ങൾ കിട്ടി ആൾക്കാർ പറഞ്ഞിട്ട്. അപ്പം എങ്ങനെയാണ് അജു അത്യാവശ്യം നല്ല കോൺട്രിബ്യൂഷൻ ഈ ഒരു സിനിമയിൽ നൽകിയിട്ടുണ്ട് ആ കഥാപാത്രം. എങ്ങനെയായിരുന്നു ബിന്ദു പണിക്കറിലേക്ക് ആ ഒരു കഥാപാത്രത്തിലേക്ക് വന്നത്, അജുവിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? ബിന്ദു ചേച്ചി തന്നെ ആയിരിക്കണം അത് ചെയ്യണം എന്നുള്ളത്, വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ബിന്ദു ചേച്ചി തന്നെ ആദ്യമേ ഉറപ്പിച്ചിരുന്നു. ബിന്ദു ചേച്ചിയുടെ അടുത്ത് കഥ പറയാൻ പോകുമ്പോൾ ആരെ പ്രൊഡ്യൂസേഴ്സ് ലൈവിനോ മറ്റോട് വിളിച്ചപ്പോൾ പറഞ്ഞ ബിന്ദു ചേച്ചിൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞ് ഉറപ്പിക്കണം, ബിന്ദു ചേച്ചി അല്ലേ വേറെ ആൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ബിന്ദു ചേച്ചി ഞങ്ങൾ ഉറപ്പിച്ചത്. അജുവേട്ടൻ്റെ കാര്യം നമ്മൾ തന്നെ സംസാരിച്ചപ്പോൾ ഷർഫനെ പറഞ്ഞത് അജു ചെയ്താൽ ശരിയായിരിക്കും, അടിപൊളിയായിരിക്കും. അങ്ങനെ എല്ലാവർക്കും എല്ലാ കഥാപാത്രം ഉള്ളിലുള്ളതുകൊണ്ട് എല്ലാവരും ഓപ്ഷൻസ് പറയുമായിരുന്നു. അജുവേട്ടനിലേക്കൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ ഡയറക്റ്റ്ലി പോയതാണ്. ഷർഫനെ വിളിച്ചത്, അജുവിനെ വിളിച്ചു ഒരു പരിപാടി ഉണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു പാട്ടാണ് നിഴലായി ഇന്ന് വരാന്നുള്ളത്. അത് നമുക്കറിയാം, കളിയങ്കാറ്റ് നിൽക്കുന്ന സിനിമയിലാണ്. ആ സമയത്ത് ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഭീകരത തരുന്നതാണ്. പക്ഷെ പിന്നീട് എപ്പോഴും നമ്മൾ അതിലേക്കൊരു കോമഡി എലമെൻറ്റ്സ് നമ്മൾ പലപ്പോഴും എല്ലാ പ്രേതങ്ങൾക്കും നമ്മൾ നിഴലായി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പക്ഷേ അത് തമാശ രീതിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ അത് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം ഒരു പ്ലേസ്മെൻ്റ് എന്ന് ചിന്തിച്ചിരുന്നു? സംഭവിച്ചതാണത്. അത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ സംഭവിച്ചതാണ്. അതിനെ നമ്മൾക്ക് എന്താ പറയുക, എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നത് അത് വീണ്ടും എടുക്കുമ്പോൾ അതൊരു റിപ്പീറ്റേഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് വീണ്ടും ഒരു 90s നമ്മൾ കണ്ട ഗിലീൽ പമ്പരം പോലത്തെ സിനിമകളുടെയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സിനിമകളിലെ കോമഡിയും അതുമായിട്ട് കണക്റ്റായി എല്ലാവർക്കും ആ സമയത്ത് പടം കണ്ട എന്ന് വെച്ചാൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ടവരല്ല, അല്ലാതെ ഒരു 10-20 വർഷം മുമ്പുള്ള കോമഡി സിനിമകളുടെയൊക്കെ ഫാൻസ് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചും കൂടി വീണ്ടും ആ ഒരു ഇത് കിട്ടി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അപ്പം ആദ്രയും ഷർഫും അജു ഒക്കെ ഉള്ള സെറ്റ് ഭയങ്കര ഫണ്ണായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ബിഹൈൻഡ് ദി സീൻസിൽ ഏറ്റവും മോസ്റ്റ് ഇപ്പോഴും ഓർത്ത് വയ്ക്കാൻ വയ്ക്കുന്ന ഒരു ഫണ്ണിയസ്റ്റ് മൊമെന്റ്? അത് അതിലില്ലാത്തൊരു ദിവസത്തെയാണ്. ആ ഒരു ദിവസം തന്നെ ഫണ്ണിയായിരുന്നു. ഞാനില്ലാത്ത ഒരു ദിവസമായിരുന്നു അത്. കാരണം അന്ന് എനിക്ക് റൂമിൽ ഭയങ്കര സന്തോഷമായിരുന്നു, എനിക്ക് ഭയങ്കര ഫണ്ട്, ഇവരാരും ഇല്ലല്ലോ, അപ്പോൾ ഞാനിവർ ഒരുമിച്ചില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര തമാശ, ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുമായിരുന്നു. നല്ല സെറ്റിൽ പോകുമ്പോൾ ഭയങ്കര പ്രഷറായിരുന്നു, ഷർഫൊക്കെ എല്ലാവരും. എനിക്കത് ഓർക്കണം എന്നുണ്ടായിരുന്നു, എനിക്ക് ആ മൊമെന്റ്സ് റിക്കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനില്ലാത്ത ഒരു ദിവസത്തെ പറ്റി ഷർഫൊക്കെ പറയാം. ഇല്ല, എല്ലാവരും ക്ലൈമാക്സ് ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് ഓവറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. ഒരു 48 മണിക്കൂറിൻ്റെ മൊത്തം ഷൂട്ട് ഉണ്ടായിരുന്നു. അല്ല അന്ന് ഞാൻ ഉണ്ടടാ, അതേം തമാശ പറഞ്ഞ നീ അതിൽ പിടിച്ചു പോവണം, നാളെ മറ്റന്നാളൊക്കെ ഇത് പിടിക്കുമോ? അപ്പം അല്ല, അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഷൂട്ടിൻ്റെ സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ടയർഡായിട്ടിരുന്നാലും എല്ലാവരും കൂടെ നിന്ന് ഒരാൾ ഇച്ചിരി ഡൗൺ ആകുമ്പോൾ അവരെ കുറച്ച് കാര്യമായിട്ട് മോട്ടിവേറ്റൊക്കെ ചെയ്ത് കൊണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടയർഡായിരുന്നു എല്ലാവരും. കോൺവെർസേഷൻസ് തുടങ്ങുക. ജഗദീഷേട്ടൻ ഒരു ചെറിയ എത്രത്തോളം കോൺട്രിബ്യൂഷൻസ് ആണ് സിനിമാറ്റോഗ്രാഫി ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ തമ്മിലുള്ള ഒരു വൈബ്? ഇതിൻ്റെ തുടക്കത്തിലുള്ള ഡിസൈൻ മുതൽ നമുക്കതിനകത്ത് എന്ത് കളേഴ്സ് വേണം, എന്ത് പാലറ്റ് ഉപയോഗിക്കണം എന്നുള്ളതിലെല്ലാം കൃത്യമായിട്ട് പ്രവീൺ അത്രയും റെഫറൻസസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ള എല്ലാ റെഫറൻസിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ മിഡ് ജേണിയിൽ സെറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആദ്യമേ പ്രീ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലൈമാക്സ് ആണെങ്കിലും അതല്ലാത്ത എല്ലാ പോർഷൻസിലും. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പ്രീയിൽ അപ്പോൾ സാബുചേട്ടൻ ഞാനും ഇതിനു മുമ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സാബുചേട്ടൻ വന്നപ്പോൾ സാബുചേട്ടൻ്റെ അടുത്ത് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഡിസൈൻ കൊടുത്തു. സാബുചേട്ടൻ ആ മിനിമം സമയത്ത് ഇപ്പോൾ ത്രയാംശക്ക് പോലെയോ അല്ലെങ്കിൽ ആക്സ് പോലെയുള്ള എല്ലാം നമുക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് അത് ഒരു കൂട്ടമായിട്ടുള്ളൊരു ഡിസിഷൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ പ്രവീണാണെങ്കിലും ഇപ്പോൾ സന്തോഷ് ശിവൻ്റെ അസോസിയേറ്റാണ്.
അപ്പം പുള്ളിയുടെ ഒരു കളർ പാലറ്റ് പരിപാടികൾ ഈ സിനിമയ്ക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളതിന് ആദ്യം മുതലേ എന്താ പറയുക റെഫറൻസസ് എടുക്കുകയും സിനിമയുടെ റെഫറൻസസ് തന്നെ എടുത്തിട്ടുണ്ട്, കുറേയധികം സിനിമകളുടെ റെഫറൻസ്. അപ്പം ആ ഒരു ഡിസ്കഷൻസിലാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചത്. ആയിരുന്നു കൂടുതലും ഞങ്ങളെ ഇതിനകത്ത് ഉപയോഗിച്ചത്. ആ സമയത്ത് ഞങ്ങൾ കുറച്ചധികം പ്രോംപ്റ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നല്ലോ. അതാണ് ഞങ്ങൾ കൂടുതൽ ഹെൽപ്ഫുൾ ആയത്. ഇപ്പം ചെമ്മൻ ചാക്കോ എല്ലാ ഹിറ്റ് മൂവീസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ചെമ്മൻ ചാക്കോയുടെ ഒരു കോൺട്രിബ്യൂഷൻസ്? ചമൻ്റെ ജഡ്ജ്മെൻറ്റ് ഭയങ്കര ജഡ്ജ്മെൻ്റ് ഉള്ള ആളാണ് ചമൻ. അത് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ചമൻ എവിടെ ആളുകൾ ചിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള സീൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് ചിലപ്പോൾ കുറച്ചുകൂടി ഫണ്ണാവുന്ന ചമന് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു കുറച്ച് സ്പീഡായിട്ട് കട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് ചമൻ. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് വേറെ രീതിയിലും ഗുണങ്ങൾ വന്നിട്ടുണ്ട് ചമൻ്റെ ഭാഗത്തുനിന്ന്. ഭയങ്കര പേസിൽ കട്ട് ചെയ്യും. ഭയങ്കര കൺവിക്ഷനാണ് അവന് ആ കാര്യത്തിലൊക്കെ. അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾക്ക് ഷെയ്ഡിൽ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഗ്രേ ഷെയ്ഡിൽ കാണാൻ. അപ്പം നെഗറ്റീവായിട്ട് അതെ, ഇന്നലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സ്വർഗവാസൽ എന്ന് പറഞ്ഞിട്ട്. തമിഴിലാണത്, എൻ്റെ ആദ്യത്തെ തമിഴ് പടം എന്ന് പറയാം. അപ്പം കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് പൊതുവായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കുറച്ചും കൂടി ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു സന്തോഷം എന്ന് നോക്കിയിട്ട് ഞാൻ കുറച്ചുണ്ട്. ഇപ്പം നമ്മൾ ഒരു പുതിയ ജോണറുമായിട്ട് വന്നു. ഇനിയിപ്പം എന്താണ് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? അങ്ങനെ തീരുമാനങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതന്നെ സംഭവിച്ചതല്ലേ, ഞാൻ സംഭവിക്കുന്നതിൻ്റെ കൂടെ പോകാന്നുള്ളതാണ്. എക്സൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. ഷർഫുദ്ദീൻ്റെ എന്താണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ്? എൻ്റെ ഇപ്പോൾ ചെയ്ത് വെച്ച പെറ്റ് ഡിറ്റക്റ്റീവ്, പടക്കളം, പിന്നെ ഒരു പുതിയ ഞാനും വിനയും കൂടി ചെയ്തൊരു പടമുണ്ട്, രാജേഷ് രവി എന്ന് പറയുന്ന ഡയറക്ടർ. അത് പിന്നെ നിവിൻ ജോർജ്, നമ്മുടെ പ്രേമത്തിൻ്റെ ഞണ്ടിൻ്റെയൊക്കെ അസോസിയേറ്റ്സ് ആയിരുന്നു അവർ ചെയ്യുന്ന ഒരു നയൻതാര നിവിൻ പോളിപ്പടം, അതിൻ്റെ അകത്തും ഞാൻ ചെറിയ കഥാപാത്രം ചെയ്യും. ഇതൊക്കെയാണ് എൻ്റെ ഒരു വരാനിരിക്കുന്നവർക്ക്. താങ്ക് യു സോ താങ്ക് യു സോ മച്ച്.